ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ NSMCയുടെ ക്ലാസ് 7ലെ അടുത്തൊരു ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ വന്നുള്ളത്. സോ അടുത്തൊരു ചാപ്റ്റർ നമുക്ക് നോക്കാം. ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിം. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മേജർലി പഠിക്കേണ്ടത് എന്താണ് ആസിഡ്, എന്താണ് ബേസ്, എന്താണ് സോൾട്ട് എന്നുള്ളതാണ്. റൈറ്റ്. സോ സോൾട്ട് ഫോർമേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്ന ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. ആസിഡിക്കിന് ഒരു കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്, സോർ ടേസ്റ്റ് ആണുള്ളത്. ബേസിന് ബിറ്റർ ടേസ്റ്റ് ആണുള്ളത്. അതുപോലെ തന്നെ സോപ്പി ഓർ സ്ലിപ്പറി ടെക്സ്ചറും നമുക്ക് ബേസിന് കാണാൻ പറ്റും. സോ ഈ ഒരു കാര്യങ്ങൾ നമ്മൾക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഐഡിയപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ കുറച്ച് ടോപ്പിക്സും അതുമായിട്ട് അത് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കണ്ടന്റ്സും എന്ത് ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. നമ്മൾ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ആസിഡ്സ് ഉണ്ട്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ ക്വസ്റ്റ്യൻ തന്നിട്ടത്. സോ മാച്ച് ദ ഫോളോയിങ്ങിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് 4 ആസിഡ്സിന് തന്നിട്ടുണ്ട്. അതിന്റെ സോഴ്സസ് നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം, കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. സോ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് കേർഡിൽ പ്രസന്റ് ആയിട്ടുള്ള ആസിഡാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ആസിഡ്സിന് എന്ത് ചെയ്യാം, നമുക്ക് പരിചയപ്പെടാം. സോ കുറച്ച് ആസിഡ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത് സംഭാരം അല്ലേ. ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത് മിൽക്കിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത്. ബട്ടർ മിൽക്കിലുള്ളത് ലാക്റ്റിക് ആസിഡ് ആണ്, കേർഡിലുള്ളത് ലാക്റ്റിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള മിൽക്ക് പ്രോഡക്ട്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് മേജർലി ലാക്റ്റിക് ആസിഡ് ആയിരിക്കും. ആസിഡ് പ്രസന്റ് ഇൻ മിൽക്ക് അല്ലെങ്കിൽ മിൽക്കിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ആക്ച്വലി ആസിഡ് എന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡ് ആയിരിക്കും. സോ ലാക്റ്റിക് ആസിഡ് ആണ് ബട്ടർ മിൽക്കിൽ അതുപോലെ തന്നെ കേർഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമുക്ക് നോക്കാം. ദെൻ വിനെഗർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഡൈല്യൂട്ട് ഫോം ഓഫ് അസറ്റിക് ആസിഡിനെയാണ് നമ്മൾ വിനെഗർ എന്ന് വിളിക്കുന്നത് കേട്ടോ. വിനാഗിരി അല്ലെങ്കിൽ വിനെഗർ എന്നൊക്കെ വിളിക്കുന്ന ഡൈല്യൂട്ട് ഫോം ഓഫ് അസറ്റിക് ആസിഡ് ആണ്. ടാമറിൻ, ഗ്രേപ്പ്, അൺറൈപ്ഡ് മാംഗോ, അതായത് അൺറൈപ്ഡ് ആയിട്ടുള്ള മാംഗോ, ഗ്രേപ്സ്, അതുപോലെ തന്നെ ടാമറിൻ, ഇതൊക്കെ നല്ല സോർ ടേസ്റ്റ് ആണ്. റൈറ്റ്. സോ ഈ ഒരു സോർ ടേസ്റ്റിന് കാരണം വന്നത് ആക്ച്വലി ടാർട്ടാറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡാണ്. ഓക്കെ, സോ ടാർട്ടാറിക് ആസിഡ് ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ കംസ് ദ സിട്രസ് ഫ്രൂട്ട്സ്, അതായത് ലെമൺ, ഓറഞ്ച് അങ്ങനെയുള്ള ആ ഒരു ഫാമിലിയിൽ വരുന്ന ഫ്രൂട്ട്സിനെയാണ് വി കോൾ ഇറ്റ് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്നത്. സോ സിട്രസ് ഫ്രൂട്ട്സിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത് ആക്ച്വലി സിട്രിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡാണ്. ദെൻ കംസ് ദ ആപ്പിളിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ആസിഡാണ് മാലിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് കേട്ടോ. മാലിക് ആസിഡ് എന്നാണ് ആപ്പിളിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ആസിഡിന്റെ നെയിം. ദെൻ ആൻസ്റ്റിങ് അതുപോലെ തന്നെ ബീ സ്റ്റിങ്ങിലൊക്കെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യുന്ന, അതായത് ആൻസ്റ്റിങ്, ദെൻ കംസ് ദ ബീ സ്റ്റിങ്, ബീസിന്റെ സ്റ്റിങ്. ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ആസിഡ് എന്ന് പറയുന്നത് ഫോമിക് ആസിഡ് എന്ന് പറയുന്ന ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു ആസിഡാണ്. ഓക്കെ, വീക്ക് ആയിട്ടുള്ള ഒരു ആസിഡാണ് നമുക്ക് കാണാൻ പറ്റുക. ദെൻ കംസ് ദ സ്പിനാച്ച്, ടൊമാറ്റോ, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ആക്ച്വലി ഓക്സാലിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡാണ്. അംല ആൻഡ് സിട്രസ് ഫ്രൂട്ട്സ്, അതായത് നമ്മൾ സിട്രസ് ഫ്രൂട്ട്സ്, ലെമൺ, ഓറഞ്ച് അങ്ങനെയുള്ള ഫ്രൂട്ട്സിനും അതുപോലെ തന്നെ അംല അല്ലെങ്കിൽ ഗൂസ്ബെറി അല്ലെ, നെല്ലിക്കയിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ആസിഡ് കൂടിയുണ്ട്. അതാണ് അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ സി എന്നാണ് ഇയാളെ വിളിക്കാറുള്ളത് കേട്ടോ. ഇയാളെ നമ്മൾ വൈറ്റമിൻ സി എന്നുകൂടി വിളിക്കാറുണ്ട്. സോ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഈ ഒരു ആസിഡ്സ് കോമൺ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ജനറലി മനസ്സിലാക്കേണ്ട കുറച്ച് ആസിഡ്സ് ആണ്. സോ ഈ ആസിഡ്സ് എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആൻസ്റ്റിങ്, ബീ സ്റ്റിങ് ഒക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾ അതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റില്ലേ. സോ മാച്ച് ദ ഫോളോയിങ്ങിലുള്ള ലാക്റ്റിക് ആസിഡ് ഇതുമായിട്ടാണ് കറക്റ്റായിട്ട് മാച്ച് ആയിട്ട് വരുന്നത്. കേർഡിലേക്കാണ് അല്ലേ. സോ കേർഡിലേക്കാണ് കറക്റ്റായിട്ട് അത് മാച്ച് ആയിട്ട് വരുന്നത്. സോ കേർഡാണ്. ദെൻ സിട്രിക് ആസിഡ് നല്ല സിട്രിക് എന്ന് പറയുന്ന നെയിമിൽ തന്നെ ഉണ്ട്. സിട്രസ് ഫ്രൂട്ട്സിനെ നമുക്ക് കോമൺ ആയിട്ട് കാണുന്നതാണ്. ഇപ്പോൾ സിട്രസ് ഫ്രൂട്ട്സിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഓറഞ്ച് വരുന്നത്. സോ ഓറഞ്ച് കറക്റ്റായിട്ട് വരുന്നതാണ്. സോ ഓറഞ്ചിലേക്കാണ് കറക്റ്റായിട്ട് മാച്ച് ആവുന്നത്. ദെൻ കംസ് ദ ടാർട്ടാറിക് ആസിഡ് നമുക്ക് അൺറൈപ്ഡ് മാംഗോ, ഗ്രേപ്സ്, അതുപോലെ തന്നെ ടാമറിൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെയുള്ള പ്രോഡക്ട്സിൽ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിനെ നമ്മൾ കാണാൻ പറ്റുന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടാർട്ടാറിക് ആസിഡ് എന്ന് പറയുന്നത് ടാമറിൻഡ് ആണ് കറക്റ്റായിട്ട് നമുക്ക് വരുന്നത്. ദെൻ കംസ് ദ ഓക്സാലിക് ആസിഡ്, സ്പിനാച്ച് പോലെയുള്ള, ടൊമാറ്റോ പോലെയുള്ള സോഴ്സസിലാണ് നമുക്ക് ഓക്സാലിക് ആസിഡ് നമുക്ക് കോമൺലി കാണാൻ പറ്റുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓക്സാലിക് ആസിഡ് കറക്റ്റായിട്ട് വരുന്നത് ടൊമാറ്റോ എന്ന് പറയുന്ന കറക്റ്റായിട്ട് വരുന്നത് 1ലേക്കാണ്. സോ ഇതിൽ ഓപ്ഷൻസ് ഒന്നും കൊടുത്തില്ല, ജസ്റ്റ് നമുക്ക് മാച്ച് ചെയ്യാനാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ട്. പി കറക്റ്റ്ലി മാച്ച് ആവുന്നത് എവിടേക്കാണ്, പി കറക്റ്റ്ലി 4ലേക്കാണ്. അതുപോലെ തന്നെ ക്യൂ കറക്റ്റ്ലി മാച്ച് ആവുന്നത് എവിടേക്കാണ്, ക്യൂ കറക്റ്റ്ലി മാച്ച് ആവുന്നത് 3ലേക്കാണ്. ആർ കറക്റ്റ്ലി മാച്ച് ടു ദ 2, ദെൻ എസ് കറക്റ്റ്ലി മാച്ച് ടു ദ 1 അല്ലേ. സോ ഈ ഒരു ഓർഡറിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വെക്കുക. ഇതാണ് നമ്മളെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരേണ്ടത് കേട്ടോ. ഈ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. സോ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകണം. അത് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു പാർട്ട് എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആണ്.
നമ്മൾ ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് അധികം ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ആളുകളാണ് വരും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള? ഒന്നാവാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലാവാം. നമുക്ക് നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തുള്ളത്. സോഡിയം ഹൈഡ്രോക്സൈഡ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ് എന്ന് പറയുന്നുണ്ട്. ബോത്ത് എബോവ് ആർ കറക്റ്റ് എന്ന് പറയുന്നുണ്ട്. നൺ ഓഫ് ദീസ് ഈസ് കറക്റ്റ് എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ലിറ്റ്മസിലെ കളർ ചേഞ്ച് എങ്ങനെയാണ് ആക്ച്വലി നടക്കുന്നത് നോക്കാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതിൽ മേജർ ആയിട്ട് വരുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ലിറ്റ്മസ് എന്ന് പറയുന്നത്. ആക്ച്വലി ലിറ്റ്മസ് പേപ്പർ ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ്. ലിറ്റ്മസ് പേപ്പർ ആയിട്ടും ലിറ്റ്മസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലിറ്റ്മസ് സൊല്യൂഷൻ ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ലിറ്റ്മസ് സൊല്യൂഷൻ്റെ ആക്ച്വൽ കളർ എന്ന് പറയുന്നത് പേർപ്പിൾ ആണ്. പക്ഷേ ലിറ്റ്മസ് പേപ്പേഴ്സ് ആക്ച്വലി നമുക്ക് മാർക്കറ്റിൽ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് 2 കളേഴ്സ് ആണ്. വൺ ഈസ് ബ്ലൂ, ഒന്ന് ബ്ലൂ ആണ്, വൺ ഈസ് റെഡ്. ഓക്കെ, റെഡ് ആണ്. സോ ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് ആക്ച്വലി 2 കളറിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ലിറ്റ്മസ് സൊല്യൂഷൻ്റെ നോർമൽ കളർ എന്ന് പറയുന്നത് പേർപ്പിൾ ആണ്. ഇതെന്താണ് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പാർട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഈ ഒരു പാർട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ദെൻ കംസ് ദ നമ്മളെ റെഡ് ലിറ്റ്മസ് പേപ്പറും അതുപോലെ തന്നെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൻ്റെയും കളർ ചേഞ്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ റെഡ് ലിറ്റ്മസിൻ്റെ കളർ ചേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ഇത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറയാൻ പോകുന്നത്. സോ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കാൻ പറ്റുന്ന, റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ കളറിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ആക്ച്വലി ബേസിനാണ്. ഓക്കെ, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കാൻ പറ്റുന്നത് ആർക്കാണ്, ബേസിനാണെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ദെൻ ബ്ലൂ ടു റെഡ്, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് കളറിലേക്ക് മാറ്റുന്നത് അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും, സോറി ബേസ് അല്ല, യെസ് ആസിഡ് ആയിരിക്കും അല്ലേ. റെഡ് കളറിലേക്ക് മാറ്റുന്നത് ആയിരിക്കും, ആസിഡ് ആയിരിക്കും. സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബ്ലൂ ലിറ്റ്മസ് ടു റെഡ് ആണെങ്കിൽ അത് ആസിഡ് ആയിരിക്കും. അതുപോലെ തന്നെ റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ ആണെങ്കിൽ അതൊരു ബേസ് ആയിരിക്കും. സോ ഈ ഒരു കളർ ചേഞ്ച് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ റെഡ് ടു ബ്ലൂ ആണെങ്കിൽ ബേസ് ആണ്, ബ്ലൂ ടു റെഡ് ആണെങ്കിൽ അത് ആസിഡ് ആണെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും ലിറ്റ്മസ് പേപ്പറിൻ്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ സിംപ്ലി ചെയ്തുകൂടെ. നമുക്ക് തന്നിട്ടുള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സോ ആസിഡിൻ്റെ കളർ ചേഞ്ച് എങ്ങനെയായിരിക്കും, ബ്ലൂ ടു റെഡ് ആണ് അല്ലേ. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ എന്നാണ് ആക്ച്വലി ഇവിടെ കൊടുത്തുള്ളത്. ഇതൊരു ബേസിന്റെ പ്രോപ്പർട്ടിയാണ് കൊടുത്തുള്ളത്. ആക്ച്വലി ഇതൊരു റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആക്ച്വലി ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കാൻ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. സോ ഇതെന്താണ്, ഒരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കെമിക്കലിൽ യു ക്യാൻ സീ, ഇഫ് യു സീ ആൻ ഹൈഡ്രോക്സൈഡ് ഇൻ ദെയർ നെയിം, ഇത് ബേസിക്കലി ആൽക്കലൈസ് ആയിരിക്കും കേട്ടോ. ആൽക്കലീസ് ആയിരിക്കും. ആൽക്കലി എന്ന് പറഞ്ഞാൽ എന്താ, ബേസ് ദാറ്റ് ഫോംസ് ബൈ അഡീഷൻ ഓഫ് വാട്ടർ ആഡ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബേസസിനെയാണ് വി കോൾ ഇറ്റ് ആൽക്കലീസ് എന്ന് വിളിക്കുക. അവരുടെ എല്ലാ നെയിം എന്ത് ചെയ്യുക, ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന നെയിമിലായിരിക്കും. ഓക്കെ, അവരുടെ എല്ലാം കെമിക്കൽ നെയിംസ് എന്ത് ചെയ്യുക, ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന നെയിമാണ്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ആൽക്കലി ആയിരിക്കും. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കളർ ചേഞ്ച് എങ്ങനെയായിരിക്കും, റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ ആണ്, അല്ലെങ്കിൽ അല്ലാതെ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ് അല്ല. അപ്പോൾ ഇവിടെ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ് എന്നാണ് കൊടുത്തുള്ളത്. സോ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ് ആക്ച്വലി ആസിഡിക്കിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആസിഡിൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ബോത്ത് എബോവ് ആർ കറക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എന്താണ്, റോങ് ആണ്. നൺ ഓഫ് ദീസ് ഈസ് കറക്റ്റ് എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. സോ നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് മോസ്റ്റ് പ്രോബബ്ലി കുറേ ആളുകൾ മാർക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഓപ്ഷൻ സി കാണുന്ന സമയത്ത്, ഓപ്ഷൻ സിയിലെ ബോത്ത് എബോവ് കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും മാർക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളത്. പക്ഷേ അത് റോങ് ആണ്. നൺ ഓഫ് ദ എബോവ് ഈസ് കറക്റ്റ് എന്ന് പറയുന്ന ആൻസർ ആണ്. നൺ ഓഫ് ദീസ് ഈസ് കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ഈ ഒരു കാര്യങ്ങളെല്ലാം നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആൻസേഴ്സ് എല്ലാം വെല്ലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കളർ ചേഞ്ച് എന്ത് ചെയ്യാം, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് ആൻ ആസിഡ് ഓഫ് ആൻ ബേസ്. അതായത് ഒരു ബേസിൻ്റെയും ഒരു ആസിഡിൻ്റെയും അക്വസ് സൊല്യൂഷൻ്റെ pH ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുള്ളത്. സോ എന്താണ് pH എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. സോ pH എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, pH എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് നമ്മൾ
അതിൻ്റെ ഫുൾ ഫോം കേട്ടോ. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ് pH എന്ന് പറയുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ് pH എന്ന് പറയുന്നത് ആക്ച്വലി. സോ pHന്റെ വാല്യൂ വെച്ചിട്ട് നമ്മൾ ആസിഡ് ആണോ ബേസ് ആണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ ആക്ച്വലി നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ, ഒരു സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ pH പേപ്പർ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. രണ്ടിലും കളർ ചേഞ്ച് എന്താണ്, കളർ ചേഞ്ച് സെയിം ആണ് കേട്ടോ. രണ്ടിലും കളർ ചേഞ്ച് ആക്ച്വലി നമുക്ക് കാണാൻ പറ്റുന്ന കളർ ചേഞ്ച് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കളർ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റുക? ഇഫ് ഇറ്റ് ടേൺ ഫ്രം റെഡ് കളറിൽ നിന്ന് റെഡ് ടു ഒരു ഓറഞ്ച് കളർ അല്ലേ, അല്ലെങ്കിൽ ഓറഞ്ച് ടു റെഡ് കളറിലേക്ക് റേഞ്ച് ആണെങ്കിൽ അത് സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രോങ്ലി അസിഡിക് ആയിട്ടുള്ള ആസിഡ്സ് ആയിരിക്കും ആ സൊല്യൂഷൻസ് ഉണ്ടാവുക. ആ സൊല്യൂഷൻസ് നേച്ചർ സ്ട്രോങ്ലി അസിഡിക് ആയിരിക്കും. ഇനി ടേൺ ഫ്രം ഓറഞ്ച് ടു യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ടു ഗ്രീൻ, ഒരു ഓറഞ്ച് മുതൽ ഒരു ഗ്രീൻ വരെയുള്ള ഒരു കളർ ചേഞ്ച് ആണ് നമുക്ക് ആ ഒരു കളർ സ്പെക്ട്രത്തിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ ആക്ച്വലി അത് വീക്ക് ആസിഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം അതിൻ്റെ pH വാല്യൂ വരുന്നത് ഒരു 4, 5, 6, 7 ഈ ഒരു 4 to 7 റേഞ്ചിലായിരിക്കും ആ ഒരു വീക്ക് ആസിഡ്സിൻ്റെ വരാം. ഓക്കെ, അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ സ്ട്രോങ് ആസിഡ്സിന് ഏറ്റവും ലോവർ pH ആയിരിക്കും ഉണ്ടാവുക. സ്ട്രോങ് ആസിഡ്സിന് ലോവർ pH ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ വീക്ക് ആസിഡ്സിൻ്റെ ഹയർ pH ആണ് ഉണ്ടാവുക. ഇറ്റ് റേഞ്ചസ് ഫ്രം 4 to 7. ഓക്കെ, 4 മുതൽ അല്ലെങ്കിൽ 5 to 7 ആയിരിക്കും വീക്ക് ആസിഡ്സിൻ്റെ pH വാല്യൂ വരാം. അപ്പോൾ pH വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. pH വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ആസിഡ്സിൻ്റെ pH വാല്യൂ എങ്ങനെയായിരിക്കും? സ്ട്രോങ് ആസിഡ്സ് ആണെങ്കിൽ pH എവിടേക്കാണ് 1 to 3 വരെ ആയിരിക്കും. ഓക്കെ, 1 to 3 വരെ ആയിരിക്കും pH വാല്യൂ ഉണ്ടാവുക. ഇനി വീക്ക് ആസിഡ് ആണെങ്കിലോ, വീക്ക് ആയിട്ടുള്ള ആസിഡ് ആണെങ്കിൽ pH വാല്യൂ എങ്ങനെയായിരിക്കും? pH വാല്യൂ ഒരു 4 to 7 ആയിരിക്കും. ആക്ച്വലി 4 to 6 എന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയാം, ജസ്റ്റ് 4 to 6 എന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയാം, 4 to 6 എന്ന് പറയാം. ഓക്കെ, 4 to 6 ആയിരിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബ്ലൂ മുതൽ അല്ലെങ്കിൽ ഗ്രീൻ മുതൽ ഒരു ബ്ലൂ സ്പെക്ട്രം വരെ നമ്മൾ കാണുകയാണെങ്കിൽ, ബ്ലൂ കളറിലേക്ക് വരികയാണെങ്കിൽ, ഡീപ്പ് ബ്ലൂയിലേക്കൊന്നും പോകേണ്ട, ഒരു ജസ്റ്റ് ഒരു ബ്രൈറ്റ് ബ്ലൂ കളറിലേക്ക് പോവുകയാണെങ്കിൽ ആക്ച്വലി അതെന്താണ്, വീക്ക് ആൽക്കലീസ് ആണ്. അപ്പോൾ വീക്ക് ആൽക്കലീസിൻ്റെ അല്ലെങ്കിൽ വീക്ക് ബേസസിൻ്റെ pH എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും? pH വാല്യൂ എന്ന് പറയുന്നത് നിയർ ടു 8 to 11 വരെയാണ് അല്ലേ. 8 to 11 അല്ലെങ്കിൽ 8 to 10 വരെയാണ് വീക്ക് ബേസസിൻ്റെ അല്ലെങ്കിൽ വീക്ക് ആൽക്കലീസിൻ്റെത്. അങ്ങനെയാണെങ്കിൽ സ്ട്രോങ് ബേസസിൻ്റെ അല്ലെങ്കിൽ സ്ട്രോങ് ആൽക്കലീസിൻ്റെ pH എത്രയായിരിക്കും? pH വാല്യൂ വരുന്നത് ഇവിടുന്ന് 11 to അല്ലേ, അല്ലെങ്കിൽ ഒരു 11 to 14 ഈ റേഞ്ചിലായിരിക്കും നമുക്ക് കാണാൻ പറ്റും. 11 to 14 എന്ന് പറയുന്ന ഈ റേഞ്ചിലായിരിക്കും സ്ട്രോങ് ബേസസിൻ്റെ pH വാല്യൂ വരാം. അപ്പോൾ നിങ്ങൾ pH വാല്യൂ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും മനസ്സിലാക്കണം. pH വാല്യൂവിനെ കൺസിഡർ ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്താ ഞാനിവിടെ കൊടുത്തുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് നോട്ട് ഡൗൺ ചെയ്തേക്കണം. സോ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, നമുക്ക് സിംപ്ലി ഈ ഒരു പാർട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു പാർട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ടൻ്റ്ലി ഈ പാർട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ നോക്കേണ്ട ഒരു പാർട്ടാണ് കേട്ടോ. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ നോക്കേണ്ട ഒരു പാർട്ടാണ് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു പാർട്ട് എന്ത് ചെയ്യണം, നമ്മൾ നോക്കി വെക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ നോക്കേണ്ട ഒരു പാർട്ടാണ്. സോ ഈ ഒരു പാർട്ട് എന്ത് ചെയ്യണം, നിങ്ങളെല്ലാവരും ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക ഈ ഒരു പാർട്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞേ pHൻ്റെ വാല്യൂ നമ്മളൊന്ന് നോക്കി. pHൻ്റെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ആണെങ്കിലും pH പേപ്പറിലാണെങ്കിലും ഈ ഒരു കളർ റേഞ്ചസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു pHൽ നിന്നൊരു കാര്യം മനസ്സിലാക്കി. pH വാല്യൂ ലോവർ ആണെങ്കിൽ സ്ട്രോങ് ആസിഡ്സ് ആയിരിക്കും. അത് 7ൽ താഴെ ഒരു 4 to 6 റേഞ്ചിലാണ് കാണുന്നുണ്ടെങ്കിൽ അത് വീക്ക് ആയിട്ടുള്ള ആസിഡ്സ് ആയിരിക്കും. ഇനി 8 to 10 ആ ഒരു റേഞ്ചിലാണെങ്കിൽ അത് വീക്ക് ആയിട്ടുള്ള ബേസസ് ആയിരിക്കും. ഇനി ഗ്രേറ്റർ ദാൻ 11 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 10 ഒക്കെ ആണെങ്കിൽ അത് സ്ട്രോങ് ബേസസ് ആയിരിക്കും അല്ലെങ്കിൽ സ്ട്രോങ് ആൽക്കലീസ് ആയിരിക്കും. നമുക്ക് എന്ത് മനസ്സിലായി. അപ്പോൾ pH റേഞ്ചസ് ടു ഹയർ പോയിന്റ് അല്ലെങ്കിൽ pH എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക pH 1 to 14 വരെയാണ് ഉണ്ടാവുക കേട്ടോ. pH വാല്യൂ എന്ന് പറയുന്നത് 1 to 14 വരെയാണ്. 1 മുതൽ 14 വരെയാണ് അത് റേഞ്ച് ചെയ്യുന്നത്. pH വാല്യൂ എന്ന് പറയുന്നത് 1 to 14 ആണ് റേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് 1 to 3 ആണെങ്കിൽ സ്ട്രോങ് ആസിഡ്സ് ആണ്. അത് 4 to 6 ആണെങ്കിൽ വീക്ക് ആസിഡ്സ് ആണ്. 10 to 11 അല്ലെങ്കിൽ 10 to 12 ആണെങ്കിൽ ആക്ച്വലി അത് വീക്ക് ആയിട്ടുള്ള ഒരു ബേസ് ആണ്. അത് 12 to 14 അല്ലെങ്കിൽ 8 to 10 വരെ ആണെങ്കിൽ 8 to 10 or 11 വരെ ആണെങ്കിൽ ആക്ച്വലി അതെന്താണ്
വീക്ക് ആയിട്ടുള്ള ബേസസ് ആണ്. അതുപോലെ തന്നെ 10ന്റെ എബോവ് ആണെങ്കിൽ അത് സ്ട്രോങ് ആയിട്ടുള്ള ബേസസ് ആണ്. എന്ത് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കി, സ്ട്രോങ് ആൽക്കലീസ് ആണ് നമ്മൾ എന്ത് ചെയ്തു ഇതിലൂടെ മനസ്സിലാക്കി. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞേ, ഹയർ ദ പി എച്ച് ഹയർ ആവുന്ന സമയത്ത് എന്താണ്, പി എച്ച് ഹയർ ആർക്കാണ്, പി എച്ച് ഹയർ എന്ന് പറയുന്നത് എന്താണ്, പി എച്ച് റേഞ്ചസ് ഫ്രം 7 to 14, അതായത് 7ന്റെ എബോവ് ആണെങ്കിൽ ആക്ച്വലി എന്താണ്, ബേസ് ആണ് അല്ലേ, ബേസ് ആണ്. ഹയർ ആവുന്ന സമയത്ത് ബേസ് ആണ്. സ്ട്രോങ്ങർ ദ ആസിഡ് എന്ന് പറയുന്നത് റോങ് അല്ലേ. പി എച്ച് കൂടുതലുള്ള ആസിഡ്സ് വീക്ക് ആസിഡ്സ് ആണ് കേട്ടോ. പി എച്ച് വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുന്നത്, പി എച്ചിൻ്റെ റേഞ്ച് എപ്പോഴും 1 to 7 ആണ് അസിഡിക്. ഓക്കെ, 1 to 7 ആണ് അസിഡിക് എന്ന് പറയുന്നത്. പി എച്ചിൻ്റെ റേഞ്ച് 7 ആണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ന്യൂട്രൽ. ആൻഡ് പി എച്ച് 7 to അല്ലെങ്കിൽ 8 to 14 ആണെങ്കിൽ ആക്ച്വലി അതെന്താണ്, 7 to 14 അല്ലെങ്കിൽ 8 to 14 നമുക്ക് പറയാം. 7ന്റെ എബോവ് ആണെങ്കിൽ നമുക്ക് അതിനെ ബേസസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ബേസസ് ആണ് ആക്ച്വലി അവിടെ വരുന്നത്. സോ ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പാർട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിക്കേ, വിച്ച് ഹയർ ദ പി എച്ച് സ്ട്രോങ്ങർ ദ ആസിഡ് എന്ന് പറയുന്നത് റോങ് അല്ലേ, ലോവർ ദ പി എച്ച് സ്ട്രോങ്ങർ ദ ആസിഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. നമുക്ക് നോക്കാം, ഹയർ ദ പി എച്ച് വീക്കർ ദ ആസിഡ്, കറക്റ്റ് അല്ലേ. പി എച്ച് വാല്യൂ ഹയർ ആവുന്ന സമയത്ത് വീക്കർ ആയിരിക്കും ആസിഡ്സ് അല്ലേ. നമ്മൾ നോക്കാം 4, 5, 6 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആണെങ്കിൽ എന്താണ്, പി എച്ച് വാല്യൂ കൂടുന്തോറും എന്താണ് അവിടെ പി എച്ച് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു വീക്കർ ആവാണ് അല്ലേ, ആസിഡ്സ് വീക്കർ ആവാണ് ചെയ്യുന്നത്. സോ ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ലോവർ ദ പി എച്ച് ലോവർ ആവുന്ന സമയത്ത് സ്ട്രോങ്ങർ ദ ആസിഡ് അല്ലേ, ആസിഡ്സ് സ്ട്രോങ്ങർ ആവാണ് ചെയ്യുക. സോ സ്ട്രോങ്ങർ ദ ബേസ് എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പി എച്ച് വാല്യൂ കുറഞ്ഞുള്ള ബേസസ് എന്താണ്, വീക്ക് ബേസസ് ആണ് അല്ലെങ്കിൽ വീക്ക് ആൽക്കലീസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ലോവർ ദ പി എച്ച് ലോവർ ആവുന്ന സമയത്ത് വീക്കർ ദ ബേസ് എന്ന് പറയുന്നത് കറക്റ്റ് ആണോ, ലോവർ ആവുന്ന സമയത്ത് ലോവർ ദ പി എച്ച് വീക്കർ ദ ബേസ് എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് ആണ് അല്ലേ. പി എച്ച് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ് സ്ട്രോങ്ങർ ആവുക. സോ 1ഉം 4 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. സോ ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പി എച്ച് റേഞ്ചും പി എച്ച് വാല്യൂ എങ്ങനെയാണ് വരുന്നത് ആ കാര്യം കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എൻ എക്വ സൊല്യൂഷൻ ടേൺസ് ഫിനോഫ്തലിൻ സൊല്യൂഷൻ പിങ്ക്. അപ്പോൾ ഫിനോഫ്തലിൻ്റെ കളർ ചേഞ്ചസ് എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആണ്. സോ ആസിഡോ അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ടേൺസ് കളർലെസ്, അല്ലെങ്കിൽ അതിൻ്റെ കളർലെസ് ആയിരിക്കും. ഇനി അതിലേക്ക് ബേസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ടേൺസ് പിങ്ക് കളർ. അതായത് ഫിനോഫ്തലിൻ നമ്മൾ ഒരു ബേസിക് മീഡിയത്തിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അത് പിങ്ക് ആവും. ആസിഡോ ന്യൂട്രൽ ആയിട്ടുള്ള മീഡിയ ആണെങ്കിൽ ആക്ച്വലി അത് എന്താണ്, കളർലെസ് ആയിരിക്കും. എന്ത് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ എ ആഡ് ചെയ്തപ്പം ഫിനോഫ്തലിൻ പിങ്ക് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് എ എന്തായിരിക്കും, ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ എ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. സോ എ എന്താണ്, ഒരു ബേസ് ആണ് നമുക്ക് മനസ്സിലായി. സോ ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നോക്കേണ്ടത് ഓൺ അഡീഷൻ ഓഫ് ആൻ അക്വ സൊല്യൂഷൻ ഓഫ് ബി, അതായത് അഡീഷൻ ഓഫ് അക്വ സൊല്യൂഷൻ ബി ആഡ് ചെയ്തു എയിലേക്ക് ആഡ് ചെയ്ത സമയത്ത് ദ പിങ്ക് കളർ ഡിസപ്പിയേഴ്സ്. ഈ ഒരു പിങ്ക് കളർ ഡിസപ്പിയർ എന്നും, പിങ്ക് കളർ ഡിസപ്പിയർ ചെയ്യണമെങ്കിൽ ആക്ച്വലി ഈ ഒരു സൊല്യൂഷൻ ഒന്നെങ്കിൽ ന്യൂട്രൽ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ അസിഡിക് ആയിട്ടുണ്ടാവും അല്ലേ. സോ എന്ത് ആഡ് ചെയ്താലാണ് ബേസിനെ നമുക്ക് അസിഡിക് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക, വി ഹാവ് ടു ആഡ് ആസിഡ് അല്ലേ, അല്ലെങ്കിൽ എക്സസ് എമൗണ്ട് ഓഫ് ആസിഡ്സ് എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ആഡ് ചെയ്യണം. സോ ബി എന്താണ്, ഒരു ആസിഡ് ആണെന്ന് എന്ത് ചെയ്യും നമ്മൾ മനസ്സിലാക്കി അല്ലേ. സോ ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇനി വേറൊരു ഫോമിലാണ്, പി എച്ചിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കേണ്ടത്. കാരണം നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങനെയാണ് തന്നുള്ളത്. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ സൊല്യൂഷൻ എ ആൻഡ് ബി. അതായത് സൊല്യൂഷൻ എനെ കുറിച്ചും സൊല്യൂഷൻ ബിനെ കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചുള്ളത്. എ സ്ട്രോങ്ലി ബേസിക് ആണോ, കറക്റ്റ് ആണ് അല്ലേ. സ്ട്രോങ്ലി ബേസിക് ആണോ നമുക്ക് നോക്കാം, സ്ട്രോങ്ലി ബേസിക് ആണോ എന്നുള്ളത് നമുക്കൊന്ന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ബി ഇസ് വീക്ക് ബേസ്, ബി എന്ന് പറയുന്നത് വീക്ക് ആയിട്ടുള്ള ഒരു ബേസ് ആണ്. എ സ്ട്രോങ്ലി ബേസിക് എന്ന് പറയുന്നത് എന്താണ്, റോങ് ആണ്. രണ്ടും ബേസ് അല്ലല്ലോ, ഒന്ന് ആസിഡ് ആണ് അല്ലേ, ഒന്ന് ആസിഡ് ആണ്. അപ്പോൾ സ്ട്രോങ്ലി ബേസിക് ആണോ സ്ട്രോങ്ലി അസിഡിക് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇത് കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. കാരണം അവിടെ ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ ഒരു കളർ ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ന്യൂട്രൽ ആക്കണം ആക്ച്വലി. അപ്പോൾ ഇനി എ സ്ട്രോങ്ലി അസിഡിക് ആൻഡ് ബി ഈസ് വീക്ക് ആസിഡ്. അതായത് എ സ്ട്രോങ്ലി അസിഡിക് ആണ്, എയും ആസിഡ് ആണ് ബിയും ആസിഡ് ആണെന്ന് പറയുന്നത്. അത് ആക്ച്വലി എ ആസിഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു പിങ്ക് കളർ നമുക്ക് കാണാൻ പറ്റില്ല, ഫിനോഫ്തലിൻ്റെ കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റില്ല. ഇനി വീക്ക് ആസിഡ് ആണെങ്കിൽ നമുക്ക് ആ കളർ ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. സോ ദാറ്റ് മീൻസ് ഓപ്ഷൻ ബിയും റോങ് ആണ്. ഇനി നമുക്ക് നോക്കണം,
A as pH greater than 7 and B as pH less than 7. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് പി എച്ച് റേഞ്ച് അല്ലേ, പി എച്ച് റേഞ്ച് ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ ദാറ്റ് വിൽ ബി എ ബേസ്. പി എച്ച് റേഞ്ച് ലെസ് ദാൻ 7 ആണെങ്കിൽ ഇറ്റ് വിൽ ബി ആൻ ആസിഡ്. സോ ഈ ഒരു കാര്യം എന്താണ് നമുക്ക് കിട്ടണം, അതായത് പി എച്ച് റേഞ്ച് ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ അത് ബേസ് ആണ്, പി എച്ച് ലെസ് ദാൻ 7 ആണെങ്കിൽ അത് ആസിഡ് ആണ്. സോ എ ആസ് പി എച്ച് ഗ്രേറ്റർ ദാൻ 7, അപ്പം ബേസ് ആണോ, ബേസ് ആണ്, ബേസിനെ കുറിച്ചാണ് പറഞ്ഞത്. ബി ആസ് പി എച്ച് ലെസ് ദാൻ 7 ആസിഡ് ആണ് രണ്ടാമത് ആഡ് ചെയ്തിട്ടുള്ളത്. സോ അത് കറക്റ്റ് ആണ്. സോ ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റിൻ്റെയും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. ഇനി എ ആസ് പി എച്ച് ലെസ് ദാൻ 7, ദാറ്റ് മീൻസ് ഇത് ആസിഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ബി ആസ് പി എച്ച് ഗ്രേറ്റർ ദാൻ 7, ദാറ്റ് മീൻസ് ഇത് ബേസിനെ കുറിച്ചാണ് പറഞ്ഞത്. സോ ദാറ്റ് മീൻസ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് വരുന്നത്, ഓപ്ഷൻ സി ആണ്. ഇത് റോങ് ആണ്. സോ ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പി എച്ച് റേഞ്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. സോ ഈ ഒരു പി എച്ച് വാല്യൂ നിങ്ങൾ നോക്കണം. പി എച്ച് വാല്യൂ ഒരു 7, ന്യൂട്രൽ ഓർ അസിഡിക് ആയുള്ള മീഡിയം ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കളറാണ് നമുക്ക് ഫിനോഫ്തലിന് കാണാൻ പറ്റുക. പി എച്ച് റേഞ്ച് ഇഫ് പി എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 7, ഈ ഒരു കളർ, ഈ ഒരു പിങ്ക് കളറിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മുടെ സൊല്യൂഷൻ കാണാൻ പറ്റുക കേട്ടോ. സോ ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തൊക്കെ, ഇതാണ് ഫിനോഫ്തലിൻ്റെ കളർ ചേഞ്ച് എന്ന് പറയുന്നത്. സോ നമ്മൾ ലിറ്റ്മസിൻ്റെ കളർ ചേഞ്ച് മനസ്സിലാക്കി, ഫിനോഫ്തലിൻ്റെ കളർ ചേഞ്ച് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. റിമ പ്രിപ്പയർഡ് ആൻ ഇൻഡിക്കേറ്റർ പേപ്പർ ബൈ ഡിപ്പിംഗ് എ പേപ്പർ സ്ട്രിപ്പ് ഇൻ എ സൊല്യൂഷൻ എക്സ്. എക്സ് എന്ന് പറയുന്ന സൊല്യൂഷനിൽ ഒരു പേപ്പർ ഡിപ്പ് ചെയ്തിട്ട് റിമ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻഡിക്കേറ്റർ പേപ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, മേക്ക് ചെയ്തിട്ടുണ്ട്. ഷീ പുട്ട് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ആൻ അൺനോൺ സൊല്യൂഷൻ വൈ. ഒരു അൺനോൺ സൊല്യൂഷൻ വൈ എന്ത് ചെയ്തു, അതിലേക്ക് ആഡ് ചെയ്തു. ഇൻ വിച്ച് നമ്പർ ഓഫ് എച്ച് പ്ലസ് അയോൺസ് ആൻഡ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഒ എച്ച് മൈനസ് അയോൺ. അതായത് എച്ച് പ്ലസ് അയോൺസ് അല്ലേ, അതെന്താണ് എച്ച് പ്ലസ് അയോൺസ്, എന്താണ് ഒ എച്ച് മൈനസ് അയോൺസ്, ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാം. ഓക്കെ, എച്ച് പ്ലസ് അയോൺസും ഒ എച്ച് മൈനസ് അയോൺസും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ മേ ബി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്തൊന്നും മേ ബി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എച്ച് പ്ലസ് അയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എച്ച് പ്ലസ് അയോൺസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അയോൺസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രോട്ടോൺസ് എന്നാണ് വിളിക്കുക കേട്ടോ. അപ്പോൾ എച്ച് പ്ലസ് എന്ന് പറയുന്ന ഫോം എന്ന് പറയുന്നത് ആക്ച്വലി പ്രോട്ടോൺസ് ആണ്. സോ പ്രോട്ടോൺസിനെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, പ്രോട്ടോൺസിനെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസിഡ്സ് ആണ്, നോട്ട് ദ ബേസ്. ബേസ് അല്ല ആഡ് ചെയ്യുക. ബേസ് എപ്പോഴും ആഡ് ചെയ്യുക അല്ലെങ്കിൽ ബേസ് എപ്പോഴും ഫോം ചെയ്യുക ഒ എച്ച് മൈനസ് അയോൺസ് ആണ്. ഒ എച്ച് മൈനസ് അയോൺസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സൈഡ് അയോൺസ് ആണ് കേട്ടോ. ഹൈഡ്രോക്സൈഡ് അയോൺസ് ആണ്. ഹൈഡ്രോക്സൈഡ് അയോൺസ് ഫോം ചെയ്യുന്നത് ബേസസ് ആണ്. സോ ബേസ് ഫോം ഹൈഡ്രോക്സൈഡ് അയോൺസ് ആൻഡ് ആസിഡ്സ് ഫോം പ്രോട്ടോൺസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺസ് അല്ലെ. ഹൈഡ്രജൻ്റെ അയോൺസിനെ ഫോം ചെയ്യുന്നത് എന്താണ്, പ്രോട്ടോൺസിനെ ഫോം ചെയ്യുന്നത് ആക്ച്വലി ആസിഡ്സ് ആണ്. അപ്പോൾ എച്ച് പ്ലസ് അയോൺസിനെ കൂടുതലായിട്ട് ഫോം ചെയ്യുക ആരാണ്, ആസിഡ്സ് ആണ്. ഒ എച്ച് മൈനസ് അയോൺസിനെ കൂടുതലായിട്ട് ഫോം ചെയ്യുന്നത് ആരാണ്, ഈ മോസ്റ്റ് നമ്പർ ഓഫ് ഒ എച്ച് മൈനസ് അയോൺസ് വിൽ ഫോം ബൈ ദ ബേസ്. ബേസ് ആണ് അത് ഫോം ചെയ്യുന്നത്. സോ ബേസിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, വിച്ച് നമ്പർ ഓഫ് എച്ച് പ്ലസ് അയോൺസ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഒ എച്ച് മൈനസ് അയോൺസ്. അപ്പോൾ ഒ എച്ച് മൈനസ് അയോൺസിനെ കമ്പയർ ചെയ്യുമ്പോൾ എച്ച് പ്ലസ് അയോൺസ് ലോവർ ആണ്. ദാറ്റ് മീൻസ് ഒ എച്ച് മൈനസ് അയോൺസിനെ കമ്പയർ ചെയ്യുമ്പം എച്ച് പ്ലസ് ലോവർ ആണെന്ന് പറഞ്ഞാൽ എന്താണ്, എച്ച് പ്ലസ് ലോവർ ആണെന്ന് പറഞ്ഞാൽ അത് ബേസ് ആണ്. സോ സൊല്യൂഷൻ വൈ എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, ഒരു ബേസ് ആണെന്ന് എന്ത് ചെയ്യണം, ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് കിട്ടണം. ഇനി ഓൺ ദീസ് പേപ്പർ, ഈ ഒരു പേപ്പറിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഏതോ ഒരു പേപ്പറിലേക്ക് എന്ത് ചെയ്തു, ബേസ് ആഡ് ചെയ്തു. ഏതോ ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തില്ല, എക്സ് പറയുന്ന ഏതോ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത്, ബേസ് ആഡ് ചെയ്യുന്ന സമയത്ത് she observed that the color of the paper turned yellow. ആ കളർ ഓഫ് ദ പേപ്പർ യെല്ലോ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ പുതുതായിട്ട് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പുതുതായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻഡിക്കേറ്ററിനെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് മീഥൈൽ ഓറഞ്ച്. സോ യെല്ലോ കളറിൽ ബേസ് ആഡ് ചെയ്യുന്ന സമയത്ത് യെല്ലോ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യും. ഇനി ന്യൂട്രൽ ആണെങ്കിൽ ഓറഞ്ച് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ മീഥൈൽ ഓറഞ്ചിൻ്റെ കളർ ചേഞ്ച് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തല്ലേ. മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്ന ആ ഒരു സൊല്യൂഷൻ്റെ കളറാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ കളർ ചേഞ്ച് ആണ്. ആസിഡ് ഒഴിക്കുമ്പോൾ മീഥൈൽ ഓറഞ്ച് എന്താണ് കളർ ഉണ്ടാകുന്നത്, ബേസ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ന്യൂട്രൽ ആവുന്നത് എന്താണ് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ നോക്കി. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, മീഥൈൽ ഓറഞ്ച് ബേസ് ആഡ് ചെയ്യുമ്പോൾ യെല്ലോ കളറിലേക്ക് വരുന്നുണ്ട് അല്ലേ. ബേസ് ആഡ് ചെയ്യുന്ന സമയത്ത്
യെല്ലോ കളറിലേക്ക് വരുന്നുണ്ട്. സോ അവിടെ സൊല്യൂഷൻ അൺനോൺ സൊല്യൂഷൻ എക്സ് എന്തായിരിക്കും, മീഥൈൽ ഓറഞ്ച് ആയിരിക്കും. വൈ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബേസ് ആയിരിക്കും. സോ നമുക്ക് നോക്കാം സൊല്യൂഷൻ ഓഫ് എക്സ് ആൻഡ് വൈ കുഡ് ബി റെസ്പെക്റ്റീവ്ലി, അതായത് സൊല്യൂഷൻ ഓഫ് എക്സും വൈയും എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഫസ്റ്റ് വൺ മീഥൈൽ ഓറഞ്ച് ആണ് നമ്മൾ എന്ത് ചെയ്തു മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ ആൾ ലൈം വാട്ടർ ആണ്. ലൈം വാട്ടർ എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്. ബേസിനെ നമ്മൾ ലൈം വാട്ടർ എന്ന് പറയുന്നത് ആക്ച്വലി കോമൺലി നമ്മൾ വിളിക്കുന്ന പേരാണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഈസ് കോമൺലി നോൺ ആസ് ലൈം വാട്ടർ. അല്ലാതെ നമ്മൾ നാരങ്ങ വെള്ളം അല്ല കേട്ടോ. നാരങ്ങ വെള്ളത്തിന് നമ്മൾ ലൈം ജ്യൂസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ലൈം ജ്യൂസ് എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുക. ലൈം വാട്ടർ ആക്ച്വലി ഇറ്റ്സ് എ കോമൺ നെയിം ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ കോമൺ നെയിമാണ് ആക്ച്വലി എന്ത്, നമ്മൾ ലൈം വാട്ടർ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈസിലി പറയാൻ പറ്റും മീഥൈൽ ഓറഞ്ചിന്റെ കളർ ചേഞ്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിലി പറയാൻ പറ്റും. ഇനി ടർമറിക് സൊല്യൂഷനും ലെമൺ ജ്യൂസും അല്ലെ, ലെമൺ ജ്യൂസ് നമ്മൾ പറഞ്ഞു അല്ലേ, ഇതാണ് നാരങ്ങ വെള്ളം. ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്ന സമയത്ത് ലെമൺ ജ്യൂസ് ആസിഡ് ആണ്. അതുപോലെ തന്നെ ടർമറിക് ആഡ് ചെയ്യുന്ന സമയത്ത് ടർമറിക്കിൽ കളർ ചേഞ്ച് എങ്ങനെയാണ്, ടർമറിക് ആസിഡിക്കിൽ യെല്ലോവും ബേസിൽ റെഡ് കളറുമാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്താ നമ്മളെ മീഥൈൽ ഓറഞ്ച് വരുന്നത് കേട്ടോ. ഈ ഒരു കളർ ചേഞ്ച് എന്ത് ചെയ്യണം, നമ്മൾ ഡയറക്റ്റ്ലി മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ. റെഡ് ലിറ്റ്മസ് സൊല്യൂഷനും ലൈം ജ്യൂസ് ആഡ് ചെയ്യുന്ന സമയത്ത് അത് എന്താണ്, ആക്ച്വലി ലൈം ജ്യൂസ് എന്ന് പറയുന്നത് ആസിഡ് ആണ്. റെഡ് ലിറ്റ്മസ് പേപ്പറിൽ ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് ഒന്നും കാണാൻ പറ്റില്ല. സോ നമുക്കിത് എന്താണ്, ഓപ്ഷൻ എ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഫിനോഫ്തലീൻ ആൻഡ് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ. ഫിനോഫ്തലീൻ എന്ന് പറയുന്നത് ഒരു ബേസിക് ഇൻഡിക്കേറ്റർ ആണ്, അല്ലെങ്കിൽ ബേസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. സോ ആ ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്ന സമയത്ത് ഫിനോഫ്തലീൻ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ബേക്കിംഗ് സോഡ എന്ന് പറയുന്ന ഒരു ബേസ് ആണ്, അതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് പിങ്ക് കളറാണ് വരിക. ഇവിടെ ഒരു പിങ്ക് കളറാണ് വരിക. ഇവിടെ നമുക്ക് ഒരു കളർ ചേഞ്ച് നമുക്ക് ആക്ച്വലി ഫസ്റ്റത്തെ സിറ്റുവേഷനിൽ നമുക്ക് മേ ബി കാണാൻ ചാൻസ് ഇല്ല. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് റെഡ് ലിറ്റ്മസിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഡീപ്പ് റെഡ് കളർ ആവട്ടോ. അത് എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കണം. ദെൻ ടർമറിക്കിൽ നമ്മൾ ഈ ഒരു കളർ ചേഞ്ച് പറയുന്നത് ടർമറിക് സൊല്യൂഷനും ലെമൺ ജ്യൂസ് ആണ്. സോ ഇവിടെ യെല്ലോ കളറാണ് ആക്ച്വലി കാണാൻ പറ്റുക, ബട്ട് ഇറ്റ്സ് നോട്ട് എ ബേസ്. ഇവിടെ നമുക്ക് ഒരു ബേസ് ആണെന്ന് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. അൺനോൺ സൊല്യൂഷൻ വൈ ഒരു ബേസ് ആണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. H+ അയോൺസിനേക്കാളും കൂടുതൽ OH- അയോൺസ് ആണ്. അതായത് H+ അയോൺസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് OH- അയോൺസ് എന്നാണ് പറഞ്ഞത്. സോ ദാറ്റ് മീൻസ് അത് ബേസ് ആണെന്ന് എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഓരോ ഇൻഡിക്കേറ്റേഴ്സിനും കളർ ചേഞ്ച് എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക. റെഡ് കേബേജ് വാട്ടർ, നമ്മൾ റെഡ് കേബേജ് ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മേ ബി. റെഡ് കേബേജിന്റെ വാട്ടർ നമ്മൾ ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ഓർ പിങ്ക് കളർ ആയിരിക്കും, പർപ്പിൾ കളർ ആയിരിക്കും, pH 7 ആയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ന്യൂട്രൽ. pH greater than 7 ആണെങ്കിൽ ആക്ച്വലി അതിന്റെ കളർ ബ്ലൂ, ഗ്രീൻ, യെല്ലോ ഈ കളർ റേഞ്ചിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. റെഡ് ഓണിയൻ വാട്ടർ ആണെങ്കിൽ റെഡ്, വയലറ്റ്, ഗ്രീൻ ഇങ്ങനെയായിരിക്കും. ആസിഡ്, ന്യൂട്രൽ, ബേസ് എന്ന് പറയുന്ന ഈ ഒരു സൊല്യൂഷൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ടേമറിക് വാട്ടർ യെല്ലോ റെഡ് ആയിരിക്കും കേട്ടോ. യെല്ലോ ആയിരിക്കും അസിഡിക്കിൽ, യെല്ലോ ആയിരിക്കും ന്യൂട്രലിൽ, റെഡ് ആയിരിക്കും ബേസ് ആഡ് ചെയ്യുന്ന സമയത്ത് ടർമറിക്. ഇനി ഫിനോഫ്തലീൻ ആണെങ്കിൽ കളർലെസ് പിങ്ക് എന്ന് പറയുന്ന കളർ ആയിരിക്കും, പിങ്ക് ഓർ റെഡ് കളർ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ബ്രോമോതയോൾ ബ്ലൂ എന്ന് പറയുന്ന വേറൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ആ ഇൻഡിക്കേറ്റർ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് യെല്ലോ, ഗ്രീൻ, ബ്ലൂ ആയിരിക്കും. യെല്ലോ ആസിഡ്, ഗ്രീൻ ന്യൂട്രൽ, ദെൻ ബ്ലൂ ബേസ് ആയിരിക്കും വരിക. ദെൻ റെഡ് ലിറ്റ്മസ് ആണെങ്കിൽ റെഡ് ബ്ലൂ ആണ്. ബ്ലൂ ലിറ്റ്മസ് ആണെങ്കിൽ റെഡ് ബ്ലൂ ആണ്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ആണെങ്കിൽ നമ്മൾ pH പേപ്പറിന്റെ റേഞ്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്, അതേപോലെ തന്നെ റെഡ്, ഓറഞ്ച്, യെല്ലോ എന്ന് പറയുന്ന കളർ ആണെങ്കിൽ ആ കളർ റേഞ്ച് ആണെങ്കിൽ ആക്ച്വലി അത് അസിഡിക് ആയിരിക്കും. അതുപോലെ തന്നെ ഗ്രീൻ ആണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. ദെൻ ബ്ലൂ, വയലറ്റ്, പേർപ്പിൾ ആണെങ്കിൽ അതെന്തായിരിക്കും, ആ ഒരു കളർ റേഞ്ച് ആണെങ്കിൽ ഇറ്റ് ഈസ് ബേസ്. ഈ ഒരു കളർ ചേഞ്ച് എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കി നോക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ പാർട്ടിൽ നമുക്ക് മേജർലി കളർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാം. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ബേസ് യൂസ് ടു റിമൂവ് ഗ്രീസ് സ്റ്റെയിൻ ഫ്രം ക്ലോത്ത് സീസ്. അതായത് നമ്മൾ ക്ലോത്തിലൊക്കെ ഗ്രീസിന്റെ സ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ നോർമലി എന്താണ് യൂസ് ചെയ്യുക, നമ്മളെ ഡേർട്ട് പാർട്ടിക്കിൾസിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോപ്പ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുക അല്ലേ. സോപ്പ് സൊല്യൂഷൻ ആണ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല, നമ്മൾ ഡേർട്ട് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ. അതിന് നമ്മൾ ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വാഷിംഗ് സോഡ എന്ന് പറയുന്ന ഒരാളെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. വാഷിംഗ് സോഡ എന്ന് പറയുന്ന ഒരാളെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് ആക്ച്വലി സോഡിയം കാർബണേറ്റ് ആണ് കേട്ടോ. സോഡിയം കാർബണേറ്റിനെയാണ് നമ്മൾ വാഷിംഗ് സോഡ എന്ന് വിളിക്കുന്നത്. സോ സോഡിയം കാർബണേറ്റിന് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എന്താണ് അവിടെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. വാഷിംഗ് സോഡയിലും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ന്യൂട്രലൈസേഷൻ പ്രോസസ്സ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ വാഷിംഗ് സോഡ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ തന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ഗ്രീസ് പോലെയുള്ള കണ്ടൻസ് ഒക്കെ എക്സ്ട്രീമിലി നമുക്ക് കുറച്ചുകൂടി ഹയർ ലെവൽ അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ആഡ്
അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സൊല്യൂഷൻ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം കേട്ടോ. ഗ്രീസൊക്കെ വെള്ളമായിട്ട് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു ലിക്വിഡാണ് നമ്മൾ ആഡ് ചെയ്യുക. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിൽ അവൈലബിൾ ആണ് ലിക്വിഡ് അമോണിയ എന്ന് പറയുന്ന ലിക്വിഡ് അമോണിയ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ ലിക്വിഡ് അമോണിയ ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ഗ്രീസ് സ്റ്റെയിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സ്റ്റെയിന്, ഡേർട്ട് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതാണ് നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബേസാണ് നമ്മൾ ഗ്രീസിൻ്റെ സ്റ്റെയിന് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ടു ന്യൂട്രലൈസ് ദ എഫക്ട് ഓഫ് ബീ സ്റ്റിംഗ്. അപ്പോൾ ബീ സ്റ്റിങ്ങിൽ എന്താണുള്ളത്, അസിഡിക് ആണോ ബേസിക് ആണോ? അപ്പോൾ ആസിഡ്സ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ആസിഡ്സും അതിൻ്റെ സോഴ്സസും നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സോ ബീ സ്റ്റിങ് ആൻഡ് സ്റ്റിങ്ങിലൊക്കെ ഉള്ളത് ആക്ച്വലി ഫോമിക് ആസിഡ് ആണ് കേട്ടോ, ഫോമിക് ആസിഡ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതിലൊരു എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിം കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് മേ ബി വരാൻ ചാൻസ് ഉണ്ട്. അത് വാസ്പാണ്. വാസ്പ് എന്ന് പറഞ്ഞാൽ കടന്നലാണ് കേട്ടോ. വാസ്പ് സ്റ്റിങ് ആക്ച്വലി ബേസ് ആണ് കേട്ടോ, ബേസ് ആണ്. സോ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അസിഡിക് ആയിട്ടുള്ള ടർമറിക് പൗഡർ, വിനെഗറൊക്കെയാണ് നമ്മൾ വാസ്പ് സ്റ്റിങ്ങിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ബീ സ്റ്റിങ് അസിഡിക് ആയതുകൊണ്ട് അവിടെ നമ്മൾ ബേക്കിംഗ് സോഡ പോലെയുള്ള കാര്യങ്ങൾ, ബേക്കിംഗ് പൗഡറൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ബേക്കിംഗ് പൗഡറൊക്കെയാണ് നമ്മൾ പേസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ദാറ്റ് പോർഷൻ ഓഫ് ദ ബോഡി ഈസ് റബ്ഡ് വിത്ത് മോസ്റ്റ് ബേക്കിംഗ് സോഡ. അതായത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീ സ്റ്റിങ് ഫോമിക് ആസിഡിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് മോയിസ്റ്റ് ബേക്കിംഗ് സോഡയാണെന്ന് പറയുന്നത് കറക്റ്റ് ആണോ? സോ ആസിഡ് ആണ് ഇവിടെ ഉള്ളത്. സോ ആസിഡിനെതിരെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ആസിഡിനെതിരെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ഒരു ബേസ് ആണ്. സോ മോയിസ്റ്റ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്. സോ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബേക്കിംഗ് സോഡ കണ്ടെയ്ൻ സോഡിയം കാർബണേറ്റ്. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ആക്ച്വലി സോഡിയം കാർബണേറ്റ് ഇല്ല. നമ്മൾ വാഷിംഗ് സോഡ ഇവിടെ പറഞ്ഞു അല്ലേ, വാഷിംഗ് സോഡ പറഞ്ഞാലാണ് സോഡിയം കാർബണേറ്റ്. അപ്പോൾ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ആക്ച്വലി നോട്ട് ദ സോഡിയം കാർബണേറ്റ്. അപ്പോൾ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ നെയിമാണ്. ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഓർ സോഡിയം ബൈകാർബണേറ്റ് എന്നാണ് കേട്ടോ. ഇതിനെ വേറൊരു പേര് കൂടി വിളിക്കും, സോഡിയം ബൈകാർബണേറ്റ് എന്നും കൂടി വിളിക്കും കേട്ടോ. സോഡിയം ബൈകാർബണേറ്റ് ഓർ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്നാണ് നമ്മുടെ ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ നെയിം വരുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും സോഡിയം കാർബണേറ്റ് ആണ് അതിലുള്ളത് എന്ന് പറയുന്നത് ഒരു ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. വിച്ച് ന്യൂട്രലൈസ് ദ എഫക്ട് ഓഫ് ആസിഡ് ഇഞ്ചക്റ്റഡ് ബൈ ദ ബീ സ്റ്റിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ആക്ച്വലി ആ ഒരു സോഡിയം ബൈകാർബണേറ്റ് ആണ് അത് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത്. ബട്ട് ആക്ച്വലി നോട്ട് ദ സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് എന്ന് കൊടുത്തുള്ളത് ഇവിടെ റോങ് ആണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസിലി പറയാൻ പറ്റും സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്, ഫാൾസ് ആണ്. സോ കെമിക്കൽ നെയിംസ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ നോക്കാം, ബേക്കിംഗ് സോഡയാണ് നമ്മൾ ബീ സ്റ്റിങ്ങും അതുപോലെ തന്നെ ആസിഡിനൊക്കെ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വാസ്പ് സ്റ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ബേസ് ആണ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള ബേസ് ആണ് ആക്ച്വലി വാസ്പ് നമ്മളുടെ അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത്. സോ അതിനെതിരെ നമ്മൾ വിനെഗർ, ടർമറിക് ആണ് യൂസ് ചെയ്യുക കേട്ടോ. ടർമറിക് ഓർ വിനെഗറൊക്കെയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് കേട്ടോ. വിനെഗറൊക്കെയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും. അപ്പോൾ ഹണി സ്റ്റിങ് ചെയ്യുന്ന സമയത്തും ആൻഡ് സ്റ്റിങ് ചെയ്യുന്ന സമയത്തും നമ്മൾ ബേക്കിംഗ് സോഡയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. സോ ഇതാണ് നമ്മൾ മേജർലി നോക്കേണ്ടത്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡാമേജിങ് എഫക്ട്സ് കോസ്ഡ് ബൈ ദ ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ കോസ് ചെയ്യുന്ന ഡാമേജിങ് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ ഗ്യാസസ് ആണെന്നാണ് ചോദിച്ചുള്ളത്. സോ നമുക്ക് ആസിഡ് റെയിൻ എന്താണെന്നുള്ളത് അറിയാം അല്ലേ. നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എഫ്ലുവൻസ് ഉണ്ട്. നമ്മൾ എമിഷൻസ് നടക്കുന്നുണ്ട്, ഫാക്ടറീസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എമിഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. അതായത് സ്മോക്ക് വരുന്നുണ്ട്, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സോസ്റ്റിൽ നിന്ന് സ്മോക്ക് പോകുന്നുണ്ട്, അങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് ഗ്യാസസ് പോകുന്നുണ്ട്. സോ ആ ഗ്യാസസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഗ്യാസസ് ആണ്. 1 ഗ്യാസ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഒരു ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ്. ദെൻ സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് വേറൊരു ഗ്യാസ് ഉണ്ട്. നമ്മൾ പെട്രോൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഓട്ടോമൊബൈൽസിൽ നിന്നൊക്കെ എമിഷൻ ചെയ്യുന്നത് ആക്ച്വലി സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് കൂടിയും നമ്മൾ ഓട്ടോമൊബൈൽസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, എമിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നൈട്രജൻ ഡൈ ഓക്സൈഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ എമിറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു ഗ്യാസ് ആണ്. നൈട്രജൻ ഡൈ ഓക്സൈഡ് എന്നാണ് ഈ ഒരു ഗ്യാസിൻ്റെ നെയിം കേട്ടോ. നൈട്രജൻ ഡൈ ഓക്സൈഡ് എന്നാണ് NO2 എന്ന് പറയുന്നത്. സോ ഈ ഗ്യാസസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. SO2, NO2, SO2, NO2. ഇതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എക്സൈൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള
ഡിഫറെൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്യൂവൽസ് ബേൺ ആവുന്ന സമയത്തൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് ഇതെല്ലാം നമ്മൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള ഈ ഒരു ക്ലൗഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, വാട്ടറുമായിട്ട് മിക്സ് ആവാൻ ചാൻസ്. അങ്ങനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദീസ് വിൽ ഫോം ആസിഡ്സ്. അവർ എന്ത് ചെയ്യും, ആസിഡ്സിനെ ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാർബോണിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കാർബോണിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് ഫോം ചെയ്യും. സൾഫർ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സൾഫറസ് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് എന്ത് ചെയ്യും, അവിടെ ഫോം ചെയ്യും. സൾഫറസ് ആസിഡ് ആണ് ഫോം ചെയ്യുക. ബട്ട് അത് കുറച്ചും കൂടിയും കോൺസെൻട്രേറ്റഡ് ആയി കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ്, അത് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ സൾഫ്യൂരിക് ആസിഡ് ആവാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നൈട്രജൻ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോം നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡാണ് അവിടെ ഫോം ചെയ്യുന്നത്. സോ ഇവരെല്ലാം ആസിഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെയിൻ വാട്ടറിൽ എന്തുണ്ടാവും, ആസിഡിൻ്റെ പ്രസൻസ് ഉണ്ടാവും. ഈ റെയിൻ വാട്ടർ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മളെ ഏരിയ ഒക്കെ, റെയിൻ വരുന്ന ഏരിയയൊക്കെ ഡിസ്ട്രപ്റ്റ് ആവാനും, അതുപോലെ തന്നെ എക്കോളജിക്കൽ ബാലൻസ് ഡിസ്ട്രപ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് ഹാംഫുൾ എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ആസിഡ് റെയിന് പറ്റും. സോ ഈ ഒരു ആസിഡ് റെയിൻ ഫോം ചെയ്യുന്ന ഇതൊക്കെയാണ് കേട്ടോ, ഈ ഒരു ഗ്യാസസ് ത്രൂ ആണ്. അപ്പോൾ which is responsible for damaging effects caused by the acid rain. ആസിഡ് റെയിൻ കോസ് ചെയ്യുന്ന ഡാമേജിങ് എഫക്ട്സ് കോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഗ്യാസസ് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്, നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ്, അതുപോലെ തന്നെ നൈട്രിക് ആസിഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്യാസുകളാണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാവരും ആസിഡായിട്ട് മാറുന്നുണ്ട്. കാർബോണിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, സൾഫറസ് ആസിഡ്, നൈട്രിക് ആസിഡ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് ഫോം ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ പറഞ്ഞുള്ള എല്ലാ ആസിഡ്സിനും എന്ത് ചെയ്യാൻ പറ്റും, ആസിഡ് റെയിൻ കോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആസിഡ് റെയിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ SO2 ഡയറക്റ്റ്ലി വാട്ടറുമായിട്ട് മിക്സ് ചെയ്തെങ്കിൽ സൾഫറസ് ആസിഡ് എന്ന് പറയുന്ന ആസിഡാണ് ഫോം ചെയ്യുക. ബട്ട് ആക്ച്വലി നമ്മൾ അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് വീണ്ടും അത് ആഡ് ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതാണ് ഇവിടെ H2SO4, HNO3 എന്ന് പറഞ്ഞാൽ നൈട്രിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ H2SO4 എന്ന് പറയുന്നത് ആക്ച്വലി സൾഫ്യൂരിക് ആസിഡ് ആണ്. അതെന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ നമ്മൾ അടുത്തൊരു ക്വസ്റ്റൻ ആണ് നോക്കുന്നത്. ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസ് വിൽ യു പോർ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇഫ് യു വിഷ് ടു പ്രിപ്പയർ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇൻ ലബോറട്ടറി? ഒരു ലബോറട്ടറിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊരു മെറ്റീരിയലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് നമ്മൾ ആഡ് ചെയ്യാം? അപ്പോൾ ആസിഡ്സിൻ്റെ രണ്ട് റിയാക്ഷൻസ് നമ്മൾ മനസ്സിലാക്കണം. ആസിഡ്സ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ H2, ദാറ്റ് മീൻസ് ഹൈഡ്രജൻ ഗ്യാസ് ആണ് അവിടെ ഫോം ചെയ്യുക കേട്ടോ. ഹൈഡ്രജൻ ഗ്യാസ് ആണ് അവിടെ ഫോം ചെയ്യുക. ആസിഡ്സ് കാർബണേറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുക, അവിടെ ഫോം ചെയ്യുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലബോറട്ടറിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് നമുക്ക് ഫോം ചെയ്യേണ്ടത് അല്ലേ, അല്ലെങ്കിൽ CO2 ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത്. സോ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്, കാർബണേറ്റ്സ് ആണ് അവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് കാർബണേറ്റ്സ് എന്നുള്ളത് നോക്കണം. സിങ്ക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഒരു മെറ്റലാണ്. സിങ്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മെറ്റലാണ്. സോ മെറ്റൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് അല്ല നമുക്ക് ഫോം ചെയ്യേണ്ടത്. ഇനി കോപ്പർ സൾഫേറ്റ് പാർട്ടിക്കിൾസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലും, കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോൾട്ടുകൾ കാര്യങ്ങളാണ് എന്ത് ചെയ്യാം അവിടെ ഫോം ചെയ്യും കേട്ടോ. ഈ ഒരു കോപ്പർ സൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും കോപ്പർ ക്ലോറൈഡ് പോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് അവിടെ ഫോം ചെയ്യുക കേട്ടോ. കോപ്പർ ക്ലോറൈഡ് പോലെയുള്ള കെമിക്കൽസ് ആണ് അവിടെ ഫോം ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ആളെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യാൻ പറ്റില്ല. ഇനി പീസ് ഓഫ് മാർബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി മാർബിൾ നമ്മൾ ഫ്ലോറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന മാർബിൾ, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാർബിൾസ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ല. ആക്ച്വലി ആ മാർബിൾ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, മാർബിൾ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ് കേട്ടോ. കാൽഷ്യം കാർബണേറ്റ് ആണ് ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന മാർബിളാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക. ആ മാർബിൾ എന്ന് പറയുന്നത് ആക്ച്വലി കാൽഷ്യം കാർബണേറ്റ് ആണ്. സോ ഇറ്റ്സ് കാർബൺ അല്ലേ, അതൊരു കാർബണേറ്റ് ആണ്. CaCO3 എന്നാണ് വിളിക്കുക കേട്ടോ. CaCO3 എന്നാണ് നമ്മൾ വിളിക്കുക. സോ കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് ഫോം ചെയ്യുക. സോ ഓപ്ഷൻ സി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി അമോണിയം ക്ലോറൈഡും അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അമോണിയം
പോലെയുള്ള അമോണിയം ക്ലോറൈഡ് പോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് അവിടെ ഫോം ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ കാര്യമില്ല. സോ ഓപ്ഷൻ സി ആണ് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മാർബിൾ ഈസ് മെയിൻലി കാൽഷ്യം കാർബണേറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. വിച്ച് റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. അതായത് ഒരു ആസിഡും ഒരു കാർബണേറ്റും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് ഫോം ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽസ് ഈസ് പ്രസന്റ് ഇൻ കലാമിൻ സൊല്യൂഷൻ. അപ്പോൾ കലാമിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ. ബേസിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്, അതും വീക്ക് ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ. വീക്ക് ആയിട്ടുള്ള ഒരു ബേസിക് സൊല്യൂഷനാണ്, വീക്ക് ആയിട്ടുള്ള ഒരു ബേസ് ആണ്. സോ ഇതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് സിങ്ക് കാർബണേറ്റ് എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ. സിങ്ക് കാർബണേറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ കലാമിൻ ലോഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കയ്യിൽ പൊള്ളലോ കാര്യങ്ങളോ നമ്മുടെ ആസിഡ് ബേണോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് സിങ്ക് കലാമിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കലാമിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ സിങ്ക് കാർബണേറ്റ് ആണ് ആക്ച്വലി നമ്മൾ ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ വീക്ക് ആയിട്ടുള്ള ഒരു ബേസ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വെൻ മെറ്റൽ എക്സ്, ഒരു എക്സ് എന്ന് പറയുന്ന മെറ്റൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പറഞ്ഞത്. സോ ആസിഡ് ഒരു മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞത്. അവിടെ എന്താ ഫോം ചെയ്യുക? ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ആണ് ഫോം ചെയ്യുക, അല്ലേ? ഹൈഡ്രജൻ ഗ്യാസ് ആണ് അവിടെ ഫോം ചെയ്യുക. ഇനി നമുക്ക് നോക്കാം. ദ ബബിൾസ് ഫോം സ്ലോലി ആൻഡ് ടെസ്റ്റ് ട്യൂബ് ഫീൽ സ്ലൈറ്റ്ലി വാം. അതായത് ഈ ബബിൾ ഫോം ചെയ്യുന്ന സമയത്ത് സ്ലൈറ്റ്ലി വാം ആയിട്ട് എന്ത് ചെയ്യും? വാം ആയിട്ട് ആ ടെസ്റ്റ് ട്യൂബ് മാറുന്നുണ്ട്. ദ ഗ്യാസ് ഓൺ ടെസ്റ്റിംഗ് വിത്ത് ബേണിംഗ് മാസ്റ്റിക്, അതൊരു ബേണിംഗ് മാസ്റ്റിക്കിൻ്റെ അടുത്തേക്ക് ഈ ഒരു ഗ്യാസ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ ഹിയർ ബേൺ വിത്ത് എ പോപ്പ് സൗണ്ട്. ഒരു പോപ്പ് സൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പോപ്പിംഗ്, അല്ലേ? ഒരു പെട്ടെന്ന് കുമിളൊക്കെ പൊട്ടുന്ന പോലെ, ഒരു ബബിൾസ് ഒക്കെ പൊട്ടുന്ന പോലെ സ്ലൈറ്റ്ലി പോപ്പിംഗ് സൗണ്ടോടെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ക്രാക്ലിംഗ് സൗണ്ടോടെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ബേൺ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അത് ഒരു ഹൈഡ്രജൻ ഗ്യാസിൻ്റെ പെക്യുലിയറിറ്റി ആണ്. ഇഫ് വി ആർ ബേണിംഗ് ദ ഹൈഡ്രജൻ ഗ്യാസ് വിത്ത് എ മാസ്റ്റിക് യൂസ് ചെയ്തിട്ട് ബേൺ ചെയ്യുന്ന സമയത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണെങ്കിൽ ആ ഒരു ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യും? പോപ്പിംഗ് സൗണ്ട് ക്രിയേറ്റ് ചെയ്യും. പോപ്പിംഗ് സൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുക. ദ സ്റ്റുഡൻസ് ഓൾസോ നോട്ട്സ് ദാറ്റ് ദ സൊല്യൂഷൻ ബിക്കംസ് പെയിൽ ഗ്രീൻ ആഫ്റ്റർ സം ടൈം ഐഡൻറ്റിഫൈ ദി ഗ്യാസ്. അതായത് ഈ ഒരു സൊല്യൂഷൻ പെയിൽ ഗ്രീൻ ആവുന്നതും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഗ്യാസ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ഗ്യാസ് ഒരു മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത്, ഒരു ആസിഡ് ഒരു മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഒരു ഗ്രീൻ കളർ ഒരാൾ ഫോം ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഗ്രീൻ കളർ സൊല്യൂഷനൊക്കെ ഫോം ചെയ്യുന്നത് ആക്ച്വലി Fe അല്ലെങ്കിൽ അയൺ എന്ന് പറയുന്ന മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അയൺ മെറ്റലാണ് എന്ത് ചെയ്യുന്നത്? ആസിഡ്സുമായിട്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ്സുമായിട്ടും അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ്സുമായിട്ടും റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ കളറിലുള്ള സൊല്യൂഷൻ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ അയൺ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ ഏത് ഗ്യാസാണ് അവിടെ ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ സി ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. അതാണ് പോപ്പിംഗ് സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മെറ്റൽ സോൾട്ട് റിയാക്ട്സ് വിത്ത് ആസിഡ്സ് പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ കിട്ടേണ്ടത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഈസിയാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ആഷ് വിച്ച് ഈസ് കളക്റ്റഡ് ആഫ്റ്റർ ബേണിംഗ് ഓഫ് മഗ്നീഷ്യം റിബൺ ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ടു ഗിവ് എ സൊല്യൂഷൻ എക്സ് വിച്ച് ഈസ് ദ നേച്ചർ ഓഫ് സൊല്യൂഷൻ വെൻ ഇറ്റ് ഈസ് ടെസ്റ്റഡ് വിത്ത് ഇൻഡിക്കേറ്റേഴ്സ്. അതായത് ഇൻഡിക്കേറ്റേഴ്സുമായി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നേച്ചർ എന്താണ്? അതായത് ആഷ് വിച്ച് ഈസ് ഫോംഡ് ബൈ ദ ബേണിംഗ് ഓഫ് മഗ്നീഷ്യം റിബൺ എന്നാണ് പറഞ്ഞത്. സോ മഗ്നീഷ്യം റിബണിനെ നമ്മൾ ഓക്സിജൻ്റെ പ്രസൻസിൽ, അല്ലേ, മഗ്നീഷ്യത്തിനെ നമ്മൾ ബേൺ ചെയ്യുന്നു. മഗ്നീഷ്യത്തിനെ റിബണിനെ നമ്മൾ ബേൺ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ബേൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ്റെ അല്ലെങ്കിൽ O2യുടെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? അത് ബേൺ ചെയ്യുന്നു. അപ്പം മഗ്നീഷ്യം Mg എന്നാണ് നമ്മൾ വിളിക്കുക കേട്ടോ. Mg ഓക്സിജൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോം MgO. MgO എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം ഓക്സൈഡ് ആണ് കേട്ടോ. മഗ്നീഷ്യം ഓക്സൈഡ് ആണ് MgO എന്ന് പറയുന്നത്. സോ MgO എന്ന് പറയുന്ന മഗ്നീഷ്യം ഓക്സൈഡിനെ നമ്മൾ കോമൺലി വിളിക്കുന്ന പേരാണ് ആഷ് എന്ന്. സോ ആഷ് ഇവിടെ കൊടുത്തിട്ടില്ല. ആഷ് എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കലി ആഷ് എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം ഓക്സൈഡിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ആഷ് എന്ന് വിളിക്കുന്നത്. സോ ഈ ആഷിനെ നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് മഗ്നീഷ്യം ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്നു. വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടാന്നുള്ളതാണ് ചോദിച്ചുള്ളത്. സോ വാട്ടർ എന്ന് പറഞ്ഞാൽ H2 ആണ്, അല്ലേ? വാട്ടർ എന്ന് പറഞ്ഞാൽ H2 ആണ്. വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരാളാണ് നമുക്ക് കിട്ടുക. ഓക്കെ, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് നമുക്ക് അവിടെ കിട്ടുക. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് കിട്ടുക. വിച്ച് ഈസ് നമ്മൾ ഇനീഷ്യലി പറഞ്ഞതാണ് ഹൈഡ്രോക്സൈഡ് എന്ന് നമ്മൾ നെയിമിൽ കണ്ടിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് എ ആൽക്കലി ഓർ എ ബേസ്, അല്ലേ? ഒരു ആൽക്കലി ആയിരിക്കും അല്ലെങ്കിൽ ഒരു ബേസ് ആയിരിക്കും. സോ നമുക്ക് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും?
ഒരു ബേസ് ആണ്. MgOH എന്നാണ് അതിൻ്റെ കെമിക്കൽ നെയിം വരുന്നത്. സോ മഗ്നീഷ്യം ഓക്സൈഡ് സൊല്യൂഷൻ എന്തായിരിക്കും? ഒരു ബേസ് ആയിരിക്കും. ഇനി വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ സൊല്യൂഷൻ? എക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത്, അതായത് ആഷ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നുണ്ട്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. സോ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ നേച്ചർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ നേച്ചർ ബേസ് ആണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇറ്റ് ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ, മീഥൈൽ ഓറഞ്ച് റെഡ് ആൻഡ് ഇറ്റ് ഈസ് ബേസിക് സൊല്യൂഷൻ. അതായത് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കാൻ പറ്റുന്നത് ആർക്കാണ്? ബേസിനാണ്, നമുക്കറിയാം. അത് കറക്റ്റാണ്. അപ്പോൾ ഇത് കറക്റ്റാണ്. മീഥൈൽ ഓറഞ്ചിനെ റെഡ് ആക്കുന്നത് ആരാണ്? ആക്ച്വലി മീഥൈൽ ഓറഞ്ചിനെ റെഡ് ആക്കുന്നത് ആസിഡ് ആണ്, അല്ലേ? ആസിഡ് ആണ്. സോ ഇത് റോങ് ആണ്. ഹെൻസ് ഇറ്റ് ഈസ് എ ബേസിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് റോങ് ആണ്. ഇനി ഇറ്റ് ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നുണ്ട്, അത് കറക്റ്റ് ആണ്. ചൈന റോസ് ഗ്രീൻ, അതായത് ചൈന റോസ് എന്ന് പറയുന്നത് ഹിബിസ്കസ് ആണ്. ഹിബിസ്കസ് ഗ്രീൻ കളറിൽ പ്രസന്റ് ആക്കുന്നത് ആക്ച്വലി ഹിബിസ്കസ് ഗ്രീൻ കളറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ബേസസിനെയാണ്. ബേസ് ആഡ് ചെയ്യുന്ന സമയത്താണ് ഹിബിസ്കസിന്റെ സൊല്യൂഷൻ ഗ്രീൻ കളറിൽ നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ അത് റെഡ് ഓർ പിങ്ക് ഓർ മജന്ത കളർ ആണെങ്കിൽ അത് ആസിഡ് ആയിരിക്കും. അതൊരു പിങ്ക് കളർ ആണെങ്കിൽ ആക്ച്വലി ഒരു ഹിബിസ്കസിന്റെ റെഡ് കളറിലാണെങ്കിൽ ആക്ച്വലി അതെന്താണ്? അത് ന്യൂട്രൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഹെൻസ് ഇറ്റ് ഈസ് എ ബേസിക് സൊല്യൂഷൻ. അപ്പം ചൈന റോസിനെ ഗ്രീൻ ആക്കുന്നതും റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നതും ബേസ് ആണ്, നമുക്ക് മനസ്സിലാക്കി വെക്കാം. സോ ഇറ്റ്സ് ഈസ് എ ബേസിക് സൊല്യൂഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. സോ ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. നമുക്ക് നോക്കാം. ഇറ്റ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നത് ആസിഡ് അല്ലേ? സോ ഇത് റോങ് ആയി. ഇനി നമുക്ക് നോക്കാം. ഫിനോഫ്തലിൻ പിങ്ക്, ഫിനോഫ്തലിനെ പിങ്ക് ആക്കുന്നത് ബേസ് ആണ്. സോ ഇത് കറക്റ്റ് ആണ് കൊടുത്തുള്ളത്, പക്ഷേ ഫസ്റ്റ് വൺ റോങ് ആയതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ റോങ്. ഇനി ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ കളർ ഓഫ് റെഡ് ഓർ ബ്ലൂ ലിറ്റ്മസ് ആൻഡ് ടർമറിക് പേപ്പർ. അതായത് റെഡ് ലിറ്റ്മസിൻ്റെയോ ബ്ലൂ ലിറ്റ്മസിൻ്റെയോ കളർ ചേഞ്ച് ഉണ്ടാവുന്നില്ല. റെഡ് ലിറ്റ്മസിലും ബ്ലൂ ലിറ്റ്മസിലും കളർ ചേഞ്ച് ഉണ്ടാവാത്തത് ആർക്കായിരിക്കും? ന്യൂട്രൽ ആയിട്ടുള്ള ഒരാൾക്കായിരിക്കും ഉണ്ടാവാതിരിക്കുക കേട്ടോ. ഇനി ടർമറിക് പേപ്പറിലും എന്തില്ല? ചേഞ്ച് ഇല്ല. ടർമറിക് പേപ്പറിലും ചേഞ്ച് ഇല്ലാത്തത് ആരാണ്? ന്യൂട്രൽ ആണ് കേട്ടോ. ടർമറിക് പേപ്പറിലും ചേഞ്ച് ഇല്ല, റെഡിലും ബ്ലൂ ലിറ്റ്മസിലും ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂട്രൽ ആയിരിക്കും. സോ എൻസിറ്റി ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് റോങ് ആണ്. നമുക്കറിയാം ഇതൊരു ബേസ് ആണ്. നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കളറ് റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ ആണ്, അല്ലേ? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നുണ്ട്. സോ ഈ ഒരു കളർ ചേഞ്ച് വെച്ചിട്ട് നമുക്ക് ഈസിലി പറയാൻ പറ്റും. ഇതൊരു ബേസ് ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവ സാമ്പിൾ ഓഫ് വാട്ടർ കണ്ടെയ്നിങ് ഡിറ്റർജൻസ് ഈസ് പ്രൊവൈഡഡ് ടു യു. അതായത് ഡിറ്റർജൻറ്റ് ഉള്ള ഒരു വാട്ടർ നമുക്ക് സൊല്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് തന്നിട്ടുണ്ട്. സോ ഡിറ്റർജൻസ് ആർ കോമൺലി ബേസിക് ഇൻ നേച്ചർ, അല്ലേ? ഡിറ്റർജൻസ് ബേസിക് ആണ്. കാരണം സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, ഇങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോഡിയം കാർബണേറ്റ് പോലെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. ആക്ച്വലി ദേ ആർ ബേസിക് ഇൻ നേച്ചർ. അത് നമുക്ക് മനസ്സിലായി. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് വിൽ യു അഡോപ്റ്റ് ടു ന്യൂട്രലൈസ് ഇറ്റ്? അതായത് ബേസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വി ഹാവ് ടു ആഡ് ആസിഡ്, അല്ലേ? ബേസിലേക്ക് എന്താ ആഡ് ചെയ്യേണ്ടത്? ബേസിലേക്ക് നമ്മൾ ആസിഡ് ആഡ് ചെയ്താലാണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാം, അല്ലേ? ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. സോ ന്യൂട്രലൈസേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആസിഡാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആരാണ് ആസിഡ് നോക്കിയാൽ മതി. ബേക്കിംഗ് സോഡ ഒരു ബേസ് ആണ്. സോ ബേക്കിംഗ് സോഡ ബേസ് ആഡ് ചെയ്തിട്ട് കാര്യമില്ല. വിനെഗർ ഒരു ആസിഡാണ്, അസിറ്റിക് ആസിഡാണ്. സോ കറക്റ്റ് ആണ്. കോസ്റ്റിക് സോഡ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. സോ സോഡിയം ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മൾ കോസ്റ്റിക് സോഡ എന്ന് വിളിക്കുക. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മൾ കോസ്റ്റിക് സോഡ എന്ന് വിളിക്കുക. സോ അതൊരു ബേസ് ആണ്, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഡിയം കാർബണേറ്റ് ആണെന്ന് അറിയാം, അതൊരു ബേസ് ആണ്. സോ അത് നമ്മൾ ആഡ് ചെയ്തിട്ട് കാര്യമില്ല. സോ ഇതെല്ലാം എന്താണ് നമുക്ക് ഈസിലി പറയാൻ പറ്റും. ഇവിടെ ഒരേ ഒരു ആസിഡ് ഉള്ളൂ, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് നോക്കാം. ന്യൂട്രലൈസേഷൻ ടേക്ക് പ്ലേസ് വെൻ ആസിഡ് ആൻഡ് ബേസ് റിയാക്ട് ഫോം സോൾട്ട് ആൻഡ് വാട്ടർ. സോൾട്ടും വാട്ടറും ഫോം ചെയ്യുന്ന ആസിഡും ബേസും റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ ആണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. സിൻസ് ഡിറ്റർജൻറ്റ് ഈസ് എ ബേസ് ആൻഡ് വിനെഗർ ഈസ് ആൻ ആസിഡ്, ദസ് ന്യൂട്രലൈസേഷൻ ടേക്ക് പ്ലേസ്. അതായത് വിനെഗർ ഒരു ആസിഡ് ആണ്, ബേസ് ഒരു നമ്മൾ ഡിറ്റർജൻറ്റ് ഒരു ബേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവർ രണ്ടുപേരും ആഡ് ചെയ്താലാണ് ന്യൂട്രലൈസേഷൻ പ്രോസസ്സ് ആക്ച്വലി വർക്ക് ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യാം നമ്മൾ മനസ്സിലാക്കുക. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഈ ഒരു പാർട്ടിൽ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യനിലോ പാർട്ടിലോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ NSMC പ്രിപ്പയർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും മാത്സിലും സയൻസിലും മാത്തിലൊക്കെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും NSMC രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുക. നവംബർ 1-ാം തീയതിയാണ് നമ്മൾ എക്സാം വരുന്നത്. ഒരുപാട് ടൈം നമുക്ക് ഇനി മുന്നിലുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് കണ്ടൻസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു
മറ്റൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മറ്റൊരു ചാപ്റ്ററൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും NSMCക്ക് ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുക. ഈ കാണുന്ന QR കോഡ് ഒന്നെങ്കിൽ സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻഡ് ആയിട്ട് നിങ്ങൾക്ക് ലിങ്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്യൂസ് കമ്മ്യൂണിറ്റിയിൽ കൂടി നിങ്ങൾക്ക് ആഡ് ആവുന്നതാണ്. നമ്മൾ മിൻറ്റി ക്യൂസ്, അതുപോലെ തന്നെ ഒരുപാട് ക്യൂസുകൾ നമ്മൾ അയച്ചു തരാൻ വേണ്ടി ഒരു കമ്മ്യൂണിറ്റി കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് താഴെ കാണാവുന്നതാണ്. ഓരോ ക്ലാസ്സിനും ഓരോ കമ്മ്യൂണിറ്റി വേറെയുണ്ട്. അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കാണാവുന്നതാണ്. സോ അതിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ജോയിൻ അല്ലെങ്കിൽ മെമ്പർ ആവുക. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് കാണാം. സോ താങ്ക് യു ഓൾ ആൻഡ് ബൈ.